അഫ്ഗാനിസ്ഥാൻ ബന്ധം കൂടുതൽ ശക്തമാകുന്നു. അഫ്ഗാനിസ്ഥാൻ ആരോഗ്യമന്ത്രി ഇന്ത്യ സന്ദർശിക്കാനായി അടുത്തയാഴ്ച എത്തുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. ഈ സന്ദർശനം പാകിസ്ഥാനിൽ വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കുമെന്നതിലും സംശയമില്ല. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി അടുക്കുന്നതിൽ ഏറെ അസ്വസ്ഥരാണ് അവർ. കാരണം മുൻപുണ്ടായിരുന്നതിനേക്കാൾ ബന്ധം ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ പങ്കിടുന്നുണ്ട്. ഇനി അഫ്ഗാൻ ആരോഗ്യമന്ത്രിയുടെ വരവോടുകൂടി തന്നെ ഈ ഒരു ബന്ധം കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ പുറത്തുവരുന്നത്. മാത്രമല്ല, തീവ്രവാദത്തെ വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്ന പാകിസ്ഥാനെ ഒതുക്കാൻ അഫ്ഗാനിസ്ഥാന് കഴിയും. ഇന്ത്യ ആകട്ടെ അതിന് പൂർണ്ണ പിന്തുണ അറിയിച്ചാൽ പിന്നെ ആ രാജ്യം തന്നെ ഇല്ലാതാക്കാൻ അഫ്ഗാനിസ്ഥാന് ഒരു മടിയും ഉണ്ടാകില്ല. അഫ്ഗാനിസ്ഥാൻ ആരോഗ്യമന്ത്രി മൗലവി നൂർ ജലാലി അടുത്ത ആഴ്ചയാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. അതായത് കഴിഞ്ഞ 3 മാസത്തിനിടെ തന്നെ കാബൂളിൽ നിന്നുള്ള മൂന്നാമത്തെ പ്രധാന സന്ദർശനമാണ്. അതായത് അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ പ്രധാന സന്ദർശനമാണ് ഇവിടെ കണക്കിലെടുക്കേണ്ടത്. മുൻപ് വിദേശകാര്യ മന്ത്രിയും വാണിജ്യ മന്ത്രിയും ഇന്ത്യ സന്ദർശിച്ചിരുന്നു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അഫ്ഗാൻ ആരോഗ്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിള്ളൽ വീഴ്ത്താൻ ശ്രമിക്കുന്ന സമയത്തു കൂടിയാണ് ഈ ഒരു സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഒക്ടോബറിൽ വിദേശകാര്യ മന്ത്രിയായ അമീർ ഖാൻ മുത്താഖിയും നവംബറിൽ വാണിജ്യ മന്ത്രിയായ നൂറുദ്ദീൻ അസീസും ഇരുവരും നടത്തിയ ആ ഒരു സന്ദർശനങ്ങൾക്ക് ശേഷമായിരുന്നു ജലീലിന്റെ സന്ദർശനം പുറത്തു വന്നത്. ആരോഗ്യമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആരോഗ്യ സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും അതേസമയം അഫ്ഗാനിസ്ഥാന് മാനുഷിക സഹായം നൽകുന്നത് ഇന്ത്യ തുടരുകയാണ് ചെയ്തിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ നിരവധി ആരോഗ്യ പദ്ധതികൾ പ്രവർത്തിക്കുന്നുണ്ട്. കാബൂളിലെ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്തിൽ ഒരു തലസിയ, അതായത് പാരമ്പര്യമായി പകരുന്ന ഒരു രക്തവൈകല്യം, അതിൻ്റെ ഒരു സെൻറ്റർ സ്ഥാപിക്കാൻ അതിന് മുൻകൈ എടുക്കുക, ഒരു ആധുനിക രോഗനിർണയക കേന്ദ്രം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നവയാണ്. കൂടാതെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാമി ജില്ലയിൽ 30 കിടക്കകളുള്ള ഒരു ആശുപത്രി നിർമ്മിക്കാനുള്ള പദ്ധതിയും ഇന്ത്യ ആലോചിക്കുന്നുണ്ട്. ഒരു ക്യാൻസർ ചികിത്സാ കേന്ദ്രം, ഒരു ട്രോമ സെന്റർ, 5 പ്രസവ ക്ലിനിക്കുകൾ എന്നിവയും ഉടൻ തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ തുറക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുവരെ ഇന്ത്യ ഏകദേശം 75 അഫ്ഗാൻ പൗരന്മാർക്ക് കൃത്രിമ കാലുകൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബറിൽ മലേറിയ, ഡെങ്കി പോലുള്ള രോഗങ്ങളെ ചെറുക്കുന്നതിനായി തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാന് 16 ടണ്ണിലധികം മരുന്നുകൾ സംഭാവന ചെയ്തു. ഇൻഫ്ലുവൻസ, മെനിഞ്ചിറ്റിസ് തുടങ്ങിയ രോഗങ്ങൾ തുടങ്ങിയതിന് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആവശ്യ ആരോഗ്യ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ത്യ കാബൂളിലേക്ക് 63,700 ഫ്ലൂ, മെനിഞ്ചിറ്റിസ് വാക്സിനുകൾ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ പൊതുജന ആരോഗ്യത്തെ പിന്തുണയ്ക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ വൈദ്യസഹായം നൽകിയത് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. നേരത്തെ വിദേശകാര്യമന്ത്രി മുത്താഖിയുടെ സന്ദർശന വേളയിൽ പോലും ഇന്ത്യ അഫ്ഗാനിസ്ഥാന് 20 ആംബുലൻസുകളാണ് സമ്മാനിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.